ഐവർമഠം ശ്മശാനത്തിലേക്കുള്ള പാതയാണിത്. ഇങ്ങനെ ചില പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മരണാനന്തര കർമ്മങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഏജൻസികളുടെ ഓഫീസാണിത്. ഇവിടെ മരണാനന്തര ചടങ്ങുകൾ നടത്തിക്കൊടുക്കുന്ന വിവിധ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ ശ്മശാന ഭൂമിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ശ്മശാന ഭൂമിയിലെ രാത്രി കാഴ്ചകൾ ചിത്രീകരിക്കുമ്പോൾ പറഞ്ഞതാണ്, പകൽ വെളിച്ചത്തിൽ ഈ ശ്മശാന ഭൂമിയെ പൂർണ്ണമായും കാണിക്കാമെന്ന്. രാത്രിയിലെ ചിത്രീകരണം അവ്യക്തതയും വെളിച്ചമില്ലായ്മ കൊണ്ട് നന്നായി പ്രേക്ഷകർക്ക് പൂർണ്ണമായും കാണാൻ സൗകര്യം ഒരുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനാലാണ് ഞാൻ പകൽ വെളിച്ചത്തിൽ പൂർണ്ണമായും ശ്മശാന കാഴ്ചകൾ കാണിക്കാം എന്ന് വാക്ക് തന്നിരുന്നത്. ഈ ചിതയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഐവർമഠം എന്ന് പറയുന്ന ആ ശ്മശാനവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അങ്ങ് പേരെങ്ങനെ? സുജിത്ത്. താമസിക്കുന്നത് ഇവിടെ തിരുവല്ലയിൽ. ഇവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് ദഹിപ്പിക്കുക, പിന്നെ ശേഷക്രിയകൾ, അസ്ഥിവർക്ക സഞ്ചയനം. ശരി. അതുപോലെ ഇത് ഇവിടെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് പോയി ചെയ്യുന്നുണ്ടോ? അതെ, പുറത്ത് പോയി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഐവർമഠം എന്ന പേരിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിരവധി സ്ഥാപനങ്ങൾ ഇതേപോലെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഐവർമഠം എന്ന പേരിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ പല പല വ്യക്തികളാണ് നടത്തുന്നത്. ശരി. അപ്പോൾ അങ്ങയുടെ ഈ പേരിൻ്റെ തീരം. ഇതോ? അപ്പോൾ നമ്മൾ ഈ ഐവർമഠത്തിലേക്ക് വരുന്ന വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സ്ഥലം. ഇത് ആരുടെ അധീനതയിലാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് രമേശ് ചേട്ടൻ്റെ അധീനതയിലുള്ള വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലമാണ്. ഇന്ന് തന്നെ ഈ അതിരാവിലെ തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ ഈ പിതൃ തർപ്പണത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇദ്ദേഹം നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? മഞ്ചേരി. എവിടെ? മഞ്ചേരി ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് നിന്ന് വരികയാണ്. നിങ്ങൾ ഇവിടെ എത്ര മണിക്ക് വന്നു? നമ്മളിവിടെ എത്തി 6 മണി അല്ലേ? 6 മണിക്ക് എത്തി. ശരി ശരി. ഇത് അമ്മ എക്സ്പയർ ആയപ്പോൾ അത് അസ്ഥി മേടിപ്പിക്കാൻ വന്നിട്ടാണ്. അപ്പോൾ ഇനി ഇത് അസ്ഥി കൊണ്ട് ഈ നദി ഓഫീസിൽ വെച്ചിട്ട് 15 ദിവസം വിസർജനം ചെയ്യും. അത് ശരി. കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ക്രിയകൾ ചെയ്തിട്ട് വിസർജനം ചെയ്യും. അപ്പോൾ ഇവർ അത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പിൻ ചെയ്ത് വയ്ക്കും അല്ലേ? പിൻ ചെയ്ത് വയ്ക്കും. അപ്പം നിങ്ങൾ ഇവിടെ എന്നാണ് ഈ ചിത ഇവിടെ ഒരുക്കിയത്? എന്നാണ് അവർ മരണപ്പെട്ടത്? മരണം 7-ാം തീയതി. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ കർമ്മങ്ങൾ 3-ാം ദിവസം ഇത് അത് ശരി. 3-ാം ദിവസം നമ്മൾ ഇത് വന്ന് കളക്ട് ചെയ്യണം. ഇന്ന് ഇവിടെ ഓഫീസിൽ കൊണ്ട് വെച്ചിട്ടാണ് 15-ാം ദിവസം കർമ്മം ചെയ്ത് വിസർജനം ചെയ്യും. അപ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യും നിങ്ങൾ ഈ അസ്ഥി? പുഴയിൽ ഈ നിളയിൽ തന്നെ ചെയ്യാണ്. അതായത് ഇന്നിപ്പം 13 ദിവസം കൂടെ കഴിഞ്ഞിട്ട് 11th ഡേ. ഇത് 16 ദിവസമായിട്ടല്ലേ ഇത് ചെയ്യുന്നത്? അത് ശരി. ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളാണ്. അപ്പം ആ ആചാരം അനുസരിച്ച് നമ്മൾ
നമ്മളുടെ സൗകര്യം കൂടെ നോക്കിയിട്ട് ചെയ്യുന്നു. അതാണ്. അപ്പം നമ്മൾ ഈ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് വീണ്ടും ഐവർമഠം ശ്മശാനത്തിലേക്ക് നടക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിലെ ശ്മശാനത്തിലെ ഓർമ്മകൾ ഓരോന്നായി എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്. ആളിക്കത്തി അമരുന്ന ചിതയും നീറി അമരുന്ന കനലുകളും കത്തിയെരിഞ്ഞ് ശേഷിച്ച അസ്ഥിഖണ്ഡങ്ങളും ചുടലഭദ്രകാളിയുടെ മുമ്പിലെ അണയാത്ത കൽവിളക്കുകളും വീശിയടിച്ച് അവിടമാകെ ചുടലഭസ്മം വിതറിയ ചുഴലിക്കാറ്റും ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ് കഴിഞ്ഞ രാത്രിയിൽ ഈ ശ്മശാനം എനിക്ക് നൽകിയത്. മരണാനന്തര ക്രിയകൾ, അതിൻ്റെ പിതൃതർപ്പണം, അതൊക്കെ കഴിഞ്ഞ് വരുന്നവരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഇവിടെ വരുന്ന വാഹനങ്ങളുടെ മറ്റൊരു പാർക്കിംഗ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയും നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ നിരവധി പേര് നീളാതീരത്ത് നിന്ന് അങ്ങ് അകലെ കാണാം നമുക്ക്. ഇവിടെ ഈ പിതൃതർപ്പണത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം എരിഞ്ഞടങ്ങിയ ചിതയാണ്. അതിൻ്റെ അപരമായിട്ട് ചിരിച്ചു കൊണ്ടുപോകും. അത് നടുഭാഗം അത് ചിരിച്ചു കൊണ്ടുപോകും. ശിരസിൽ നിർത്തുക. പാറയെ പോലെ ശിരസിന്റെ പുറകിലോട്ട് നൽകുക. ചടങ്ങുകളിൽ ഇത് കേട്ടു. ഒരു കെട്ട് കൊടുക്കും. അങ്ങനെ തന്നെ ഒരു കെട്ട് കൊടുക്കും. തിരിച്ചും വലത് തോളും വലത് തോളും മാറോട് ചേർത്ത് പിടിച്ച് ആ ഭൂമിയെ നമശിവായൊരു പ്രതിസന്ധി കടന്നു കൈക്കോട്ട് എടുക്കും. തോളും ഇങ്ങോട്ട് കുറച്ചൊരു ഇവിടെ ഒന്ന് കൊത്തി
അവിടെ തൊട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയെ ദഹിപ്പിച്ച ഭൂമിയിൽ നിന്നും അടുത്ത ശേഷക്രിയാകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള അസ്ഥികളൊക്കെ ശേഖരിച്ചതിന് ശേഷം അമ്മയെ ദഹിപ്പിച്ച ഭൂമിയെ നമ്മൾ തട്ടിമൂടി വാഴ വെച്ച് വിത്തുകൾ വിതറി ദഹിപ്പിച്ച ശ്മശാന ഭൂമിയെ കൃഷിഭൂമി എന്ന തലത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. അമ്മയെ നന്നായി മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചോളൂ. ദഹിപ്പിച്ച ഭൂമിയെ ഞങ്ങൾ തട്ടിമൂടാൻ പോവുകയാണ്, അമ്മയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമശിവായുടെ ഒരു 3 തവണ സ്ഥിരതയ്ക്ക് മണ്ണിരിക്കും. നടുഭാഗത്ത് അപ്പോൾ അങ്ങ് പറഞ്ഞു ഈ ഒരു 24 വർഷത്തിന് ശേഷം ആണ് ഒരു ഉണർവ് ഈ ശ്മശാനത്തിന് ഉണ്ടായത് എന്ന് പറഞ്ഞല്ലോ. അത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ ഈ 24 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ എന്തെങ്കിലും സംഭവമുണ്ടോ? അല്ല, അങ്ങനെ എടുത്തു പറയത്തക്ക സംഭവം എന്ന് പറയുമ്പോൾ എന്തായാലും ഈ എന്താ പറയുക, ഒരു അണുകുടുംബം എന്നുള്ളൊരു സംവിധാനം വന്നതോടുകൂടി എല്ലാവരും 5 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലം അതിലൊരു വീട് അങ്ങനെ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ അവർക്ക് വീടുകളിൽ സംസ്കരിക്കാനായിട്ട് ഒരു സംവിധാനക്കുറവ് വന്നപ്പോഴാണ് ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ വിപുലമായ രീതിയിൽ ശ്മശാനങ്ങളിൽ ചെയ്തു കൊടുക്കാനൊന്നും അതാത് പ്രദേശത്തെ ആളുകളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങളും ഉണ്ട്. അതൊന്ന്. പിന്നെ ഈ ബോഡി സംസ്കരിക്കാൻ വരുന്നതിനേക്കാൾ കൂടുതൽ എന്താ വെച്ചാൽ പിതൃകർമ്മം ചെയ്യാനായിട്ട് ഇവിടെ വരുമായിരുന്നു. അതിന് കാരണം എന്താ വെച്ചാൽ ഈ പുഴയുടെ തീരം ഒന്ന് ഭാരതം പുഴ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് കൂടാണ്ട് ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, അതിനോട് ചേർന്നുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ എന്താ പറയുക, കൗരവന്മാരുമായിട്ടുണ്ടായിരുന്ന ധർമാധർമ്മ യുദ്ധത്തിന് ശേഷം സ്വന്തം സഹോദരന്മാരെയും അമ്മാവന്മാരെയും ഗുരുജനങ്ങളെയൊക്കെ വധിച്ചതിന് ഒരു പ്രായശ്ചിത്ത കർമ്മം ചെയ്യാൻ, പിതൃകർമ്മം ചെയ്ത് സായുജ്യം കൊടുക്കാനായിട്ട് ഒരു കേന്ദ്രം അന്വേഷിച്ച് നടന്ന് എവിടെയും സാധിക്കാതെ കണ്ട് ഇവിടെ ഐവർമഠം തീരത്ത് വന്ന് ചെയ്തപ്പോഴാണ് അവർക്ക് മോക്ഷം കിട്ടിയെന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. അത് ഏത് പുരാണത്തിലുള്ളതാണെന്ന് ചോദിക്കരുത്, അത് അങ്ങനെയൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ആ ഒരു വിശ്വാസം അങ്ങനെയാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ കർക്കിടകം മാസത്തിലും തുലാമാസത്തിൽ വാവ് ബലിയിടാനായിട്ട് ധാരാളം ആളുകളോട് വരുമായിരുന്നു ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ ഭാഗമായി പിന്നീടാണ് ഇങ്ങനെ വീടുകളിൽ ചെയ്യാനുള്ള സ്ഥല സൗകര്യ കുറവ് വന്നപ്പോൾ ഇവിടെ അതിനുള്ള അന്വേഷിച്ച് ഇങ്ങനെ ഒരു ശ്മശാനം ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ ശ്മശാനത്തിൽ വന്ന് ചെയ്യാനായിട്ട് അവരെന്നെ ആളുകളെ കൊണ്ടുവരലും ചെയ്യലൊക്കെ ആയി. അങ്ങനെ ധാരാളം ആളുകൾ അത്യാവശ്യമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടുത്തെ പല ആളുകളും അതിനുവേണ്ടി സംവിധാനം ചെയ്യാനായിട്ട്, വ്യവസ്ഥ ചെയ്യാനൊക്കെ ആയിട്ട് അവർ തയ്യാറായതും ഇതിങ്ങനെ വിപുലീകരിക്കപ്പെട്ടത്. ഇവിടെ സൗകര്യങ്ങൾ കിട്ടണമെന്ന് കണ്ടപ്പോൾ പിന്നീട് ആംബുലൻസ് സൗകര്യമായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് വേറെ ബുദ്ധിമുട്ടില്ലല്ലോ, വീട്ടിൽ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ മരിച്ചു കഴിഞ്ഞു, ആ മുറ്റത്തെ ചടങ്ങ് കഴിഞ്ഞ് വണ്ടി കയറ്റി പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പിന്നാലെ വീട്ടിലൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ചെതവെടുക്കാനും അതിനുള്ള വിറകിനും അങ്ങനെയൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വളരെ വലിയ റിസ്ക്കുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഐവർമഠത്തിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ അതിൻ്റെ പിതൃകർമ്മങ്ങളെല്ലാം ഇവിടെ നടക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചെയ്താലും പിതൃകർമ്മം ചെയ്യാൻ ആദ്യം ഐവർമഠത്തിലേക്ക് വരണം. അങ്ങനെയൊക്കെയുള്ള ഒരിതുണ്ട്. അതൊന്ന്. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ അറിയുന്ന ആളുകളും അപൂർവം തന്നെയാണ്. പൂർവികർ അറിയുന്ന ആളുകൾ അടുത്ത തലമുറയ്ക്ക് കൈമാറി വന്നത് അങ്ങനെ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളൊരു സംവിധാനം ഇല്ല. അങ്ങനെ ഒരു അപ്പോൾ എന്നാൽ പല സമുദായക്കാരും അത് ചെയ്തു വരുന്നുമുണ്ട്. പിന്നെ പുതിയ തലമുറ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് നിൽക്കാനും അവരുടെ ഒരു മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു സാമൂഹിക പ്രശ്നം പോലെ വളർന്നു വരുന്നതാണ് എന്ന്. അല്ല, അത് ഇതിപ്പോൾ ഈ പിതൃകർമ്മം പഠിച്ചിട്ട് അവൻ ഇവിടെ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അവരുടെ വിദ്യാഭ്യാസം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചിന്തിക്കുന്നൊരു തലമുറയാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായാലും കുടുംബത്തിലൊരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു കാർന്നരായിട്ട് ആളുണ്ടാവും, ആൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം, ആൾ പറഞ്ഞതാണ് കാര്യങ്ങൾ, അത് നടക്കും. ഇന്നിപ്പോൾ അങ്ങനെ അറിയുന്നവർ കമ്മിയാണ്. അപ്പോൾ ഈ ഭാരത യുദ്ധത്തിന് ശേഷം നടന്ന കാര്യം ഒരു കഥയായി ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഈ പാണ്ഡവന്മാർ അവരുടെ സഹോദരങ്ങളെയും
അതുപോലെ ബന്ധുമിത്രാദികളെയൊക്കെ വധിച്ചതിന് ശേഷം ആ യുദ്ധത്തിൽ വധിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ എന്ന് അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ വന്നത്. അത് എങ്ങനെയാണ് ഇവിടെ അവർ അറിഞ്ഞത്? അതായത് ഈ പാമ്പാടി തിരുവില്ലാമലയിൽ വന്നിട്ട് ഈ ഭാരതപ്പുഴയിൽ ഈ തിരുവില്ലാമല അന്ന് ഐവർ മഠം അങ്ങനെ എന്തെങ്കിലും അവർക്ക് അറിയാമായിരുന്നോ? അതാ പറഞ്ഞത്, ഇത് ഈ ഒരാൾ തലമുറയായിട്ട് പറഞ്ഞു വന്നിട്ടുള്ളൊരു അറിവല്ലാതെ കണ്ട് ആധികാരികമായി ഇത് ഒരു പുരാണത്തിലുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ എന്തായാലും പാണ്ഡവന്മാർ പിന്നീട് എന്താ പറയുക, അവരുടെ ഈ യുദ്ധാനന്തരം അവർ അവിടുന്ന് തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഇതൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും. അതേസമയം ഭാരതപ്പുഴയുടെ തീരത്ത് വന്നിട്ട് പിതൃകർമ്മം ചെയ്ത് സായുജ്യം വരുത്തി എന്ന് ഒരു ഇത് നമുക്ക് മഹാഭാരതത്തിലോ മറ്റേതെങ്കിലും പുരാണങ്ങളിലോ കാണാൻ സാധ്യമല്ല. ഇവിടെ ഈ പ്രദേശത്ത് ഒരു സങ്കല്പം ആളുകൾ ഇങ്ങനെ തലമുറയായി പറഞ്ഞു വന്ന് അങ്ങനൊരു വിശ്വാസമാണുള്ളത്. പക്ഷേ ഈ പല ഐതിഹ്യങ്ങളും നമ്മൾ തിരയുമ്പോൾ നമ്മൾ ഈ ഐതിഹ്യമാല എന്നുള്ള ഒരു പുസ്തകത്തെ പിന്തുടരാറുണ്ട്. അങ്ങനെ ഐതിഹ്യമാലയിൽ, അതായത് ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല, അതിൽ എവിടെയെങ്കിലും ഇതിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്? ഐതിഹ്യമാലയിലെ ഐവർ മഠം ഒരു പിതൃകർമ്മം ചെയ്യുന്ന കേന്ദ്രമാണെന്നും അതിങ്ങനെ തിരുവില്ലാമല പാമ്പാടി ദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലും പക്ഷേ പാണ്ഡവന്മാർ വന്ന് ചെയ്തു എന്നുള്ളൊരു അങ്ങനൊരു ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല, ഓർമ്മയിൽ വരുന്നില്ല അങ്ങനെ. പിതൃകർമ്മം ചെയ്യുന്നൊരു കേന്ദ്രമാണ് ഇങ്ങനെ ഐവർ മഠം എന്നതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഐതിഹ്യമാലയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ ഈ തിരുവില്ലാമല ഐവർ മഠം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ. അതായത് ഈ ഐവർ മഠം എന്ന് അന്നേ പേര് ഉണ്ട്. അന്നേ അത് ഈ പ്രദേശത്തിൻ്റെ പേരാണ്. ശരിക്കും ഈ പ്രദേശത്തിനെയാണ് ഐവർ മഠം എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് എന്താ വെച്ചാൽ എന്നാലും ഐവർ മഠം എന്ന് പേര് വരാൻ കാരണം എന്തെന്നെങ്കിലും ഈ ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടില്ല. അതാണ് ഈ ഐവർ മഠം എന്ന് പറയുമ്പോൾ തന്നെ, ആദ്യം ഈ ഐവർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു നമ്മളുടെയൊക്കെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ പാണ്ഡവന്മാർ 5 പേര്. അപ്പം അത് വെച്ചിട്ടൊരു കഥ. ഇതിൻ്റെ യാഥാർത്ഥ്യവശം എന്തെന്നറിയണമെങ്കിൽ ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഇതായി കിട്ടിയിട്ടില്ല. എല്ലാവരും വേണം അതിപ്പോൾ എന്താ ഐവർ മഠം പാണ്ഡവന്മാർ വന്ന് പിതൃകർമ്മം ചെയ്തു പോയ സ്ഥലം, അങ്ങനെ പറഞ്ഞു വരുന്നു. അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അത് പക്ഷേ പറഞ്ഞിട്ടുള്ള പുരാണങ്ങളിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി ഏതെങ്കിലും ഞാൻ അറിയാതെ കൊണ്ട് കിടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ പാണ്ഡവന്മാരെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് മഹാഭാരതം നോക്കി അറിയാൻ പറ്റും. പാണ്ഡവന്മാർ പിതൃകർമ്മം ചെയ്യാൻ പോയ പല സ്ഥലങ്ങളെക്കുറിച്ചും അവർ പ്രായശ്ചിത്തം ചെയ്തതും അങ്ങനെ പലതും നമുക്ക് മഹാഭാരതത്തിലൂടെ കാണാൻ കഴിയാം. അതിൽ പക്ഷേ ഈ ഭാരതപ്പുഴ തീരത്ത് വന്നു എന്നൊന്നും കണ്ടിട്ടില്ല. എന്നാലും ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന, അതായത് ഐവർ മഠം ഈ പഞ്ചപാണ്ഡവരെ കുറിച്ച് ഉള്ള സൂചനയാണ് എനിക്ക് ഇവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതുമായി ഇപ്പോൾ നിലവിലുള്ള കഥ എങ്ങനെയാണ്? ഈ പഞ്ചപാണ്ഡവന്മാർ ഈ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഐവർ മഠത്ത് വന്ന അതാണല്ലോ. ഐവർ മഠത്തിന്റെ തീരത്ത് ഈ ഇവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് ഐവർ മഠം എന്ന് പറയുന്ന ഒരു പ്രദേശം, പാമ്പാടി ഇവിടെ ചേർന്ന് കിടക്കുന്ന ഐവർ മഠം എന്ന പ്രദേശം, ആ പ്രദേശത്ത് തിരുവില്ലാമല, അതിൻ്റെ അടുത്ത് തന്നെ ഈ ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെ ഈ പ്രദേശത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം. അത് ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ അതിന് ക്ഷേത്രമായി രൂപീകരിച്ചിട്ട് അത്ര തന്നെ പഴക്കമുള്ളതായിട്ടൊന്നും അറിവില്ല. ഒരു കാവ് പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ നമ്മുടെ പൂർവികരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയുള്ളത്. ഇപ്പോൾ അത് നല്ലൊരു ക്ഷേത്രം തന്നെയാണ്, ഗുരുവായൂർ ക്ഷേത്രം പോലെ തന്നെ നല്ല ഒരു ക്ഷേത്രം തന്നെയാണ്. അത് ആ ക്ഷേത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ട് പിതൃകർമ്മം ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ അങ്ങനെ ചെയ്തു വരുന്ന സ്ഥലത്ത് പാണ്ഡവന്മാർ വന്നു പിതൃകർമ്മം ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായത് എന്നൊക്കെ ഒരു സങ്കല്പം വെച്ചിട്ടാണ് പിന്നെ ആ പൂർവികർ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ളത്.
ആ ഒരു വിശ്വാസം ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ മരിക്കുമ്പോൾ അപൂർവം ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കും. അല്ലാത്ത കേസൊക്കെ അവനവൻ്റെ വീട്ടിൽ തൊടിയിലൊക്കെ തന്നെയാണ് ചെയ്യാറ്. പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്ന അപൂർവം കേസുകളായിരുന്നു 22 വർഷത്തിന് മുമ്പ്. പിന്നെ എന്താണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ കാര്യം? അതായത് പെട്ടെന്ന് തന്നെ ഈ ഇങ്ങനെ മാറ്റം വരാനുള്ളൊരു കാര്യം ഉണ്ടായത് എന്താ വെച്ചാൽ, അത്രയും കാലം ഈ ഡെഡ് ബോഡി ആയിട്ട് വരുന്ന ആളുകൾ അവർ വിറകും എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് സംസ്കരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഇതുപോലെ പുറമേ നിന്ന് ആളുകൾ വരാൻ താല്പര്യം കാണിക്കണമെന്ന് കണ്ടപ്പോൾ ഇവിടെ അതിനു വേണ്ടി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ചില ആളുകൾ വ്യവസ്ഥ ചെയ്തു കൊടുക്കും. ഇതുപോലെയുള്ള ചില കേന്ദ്രങ്ങളൊക്കെ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻസികളായി പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ഇവിടെ വന്നാൽ ഈ ഏജൻസികളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കിട്ടും, റിസ്ക് ഇല്ലാതെ കണ്ട് കാര്യങ്ങൾ നടന്നു കിട്ടുന്നുള്ളൊരു അന്തരീക്ഷം വന്നപ്പോഴാണ് പുറമേ നിന്ന് ധാരാളം വരാൻ തുടങ്ങിയത്. അതിന് മുമ്പ് അതായത് ഒരു 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിത ഒരുക്കാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് അവർ വന്നിരുന്നത്. അതാണ് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഒരു ബോഡി വരികയാണെങ്കിലും ഒരാൾ മരിച്ച ബോഡി കൊണ്ട് വരികയാണെങ്കിലും അവർ എല്ലാ സെറ്റപ്പുമായിട്ട് എല്ലാം ആയിട്ടാണ് അവർ വന്നിരുന്നത്, ഇവിടെ ചെയ്തിരുന്നത്. അന്ന് അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ ഐവർമഠത്തുനിന്ന് അപ്പുറത്ത് തന്നെ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില ആളുകളൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ ആവശ്യപ്പെടും, ക്ഷേത്രത്തിൽ ആവശ്യപ്പെടും, അങ്ങനെ ചെയ്തു തരാൻ പറ്റിയ ആളുണ്ടോ എന്നൊക്കെ ആളുകൾ ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള വ്യവസ്ഥ ഇവിടെ 1-2 കേസ് അങ്ങനെ ചെയ്തു കൊടുത്ത് പിന്നീട് ക്രമേണ ഇതൊരു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾക്ക് കൂടുതൽ ഉപകാരമാവും എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഇവിടെ 7-8ഓളം ഏജൻസികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് വിപുലമായ രീതിയിൽ പുറത്ത് പോയിട്ട് എല്ലാ ജില്ലകളിലും പോയിട്ട് ഓഫീസ് തുറന്ന് അവിടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ശവസംസ്കാരം വീട്ടിൽ വെച്ചോ അടുത്തുള്ള ശ്മശാനങ്ങളിലോ ചെയ്തു കൊടുക്കാനുള്ളൊരു ആ തരത്തിൽ വിപുലീകരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴും ഐവർമഠം എന്ന പേരിൽ ആണോ അവിടെ അവരെല്ലാവരും അത് എവിടെ പോയാലും ഐവർമഠം എന്നിട്ട് അതിനൊരു പേരുണ്ടാവും. ഇപ്പം നമ്മളുടെ ഐവർമഠം സേവാശ്രമം സായുജ്യം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ പുറത്ത് തുടങ്ങിയവരൊക്കെയും ഒന്നുമില്ല അവരുടെ സ്വന്തം പേര് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പേരുകളിലാണ് പിന്നീട് അത് അറിയപ്പെടുന്നത്. എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഐവർമഠം ഉണ്ട്. അതാണ് ഐവർമഠത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ദക്ഷിണ കാശി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചിന്തിച്ചു വരുന്നത്, അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കി വരുന്നത്. കാരണം കാശിയിലൊക്കെ നമുക്ക് ചെയ്ത് കിട്ടാവുന്ന തരത്തിലുള്ള എല്ലാ ഇതും ഈ പിതൃകർമ്മത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആളുകൾ ഇപ്പോൾ ഇതിനെ ഒരു ദക്ഷിണ കാശി എന്നുള്ള നിലയ്ക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണോ ഈ 24 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആളുകൾ വരാൻ ആ ഒരു വിശ്വാസം ആയിരിക്കും അല്ലേ? അതെ. അതൊന്ന്. പിന്നെ എന്താ വെച്ചാൽ ഈ പിതൃകർമ്മം കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആചാര്യന്മാരും ഉണ്ടായിരുന്നു. അവരും അതിന് തയ്യാറായി. ഇപ്പം അവരുടെ ശിഷ്യന്മാരാണ് ഇവിടെയുള്ളവരൊക്കെയും. ധാരാളം ഇപ്പോൾ നമുക്കവിടെ പുഴയിലിറങ്ങിയാൽ അവിടെ കാണാൻ കഴിയും. ധാരാളം ശിഷ്യന്മാരിരുന്ന് പിതൃകർമ്മം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു പരമ്പര. പക്ഷേ ഇവിടുത്തെ ചിട്ടയ്ക്കൊരു വ്യത്യാസമുണ്ട്. അത് പ്രത്യേകിച്ച് മരണാനന്തര ക്രിയകൾ എന്നൊക്കെ പറയുമ്പോൾ ഓരോരോ പ്രദേശത്ത് ഓരോ രീതികളാണ്, അല്ലെങ്കിൽ സമുദായാടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ വ്യത്യസ്ത രീതികളാണ്. ഇവിടെ എന്താ വെച്ചാൽ ഐവർമഠത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയാണ്. ആ രീതി അനുസരിച്ചിട്ടാണ് ഇവിടെ ചെയ്തു വരുന്നത്. ശരി, ഈ 24 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിത ഒരുക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയി ആളുകൾ വരുമ്പോൾ എന്തായാലും ഒരു ഇടം വേണമല്ലോ, ഒരു മണ്ണ്, അതിന് വേണ്ടുന്ന ആ ഒരു ഭൂമി, ഒരു സ്ഥലം, അതായത് ഈ ചിത ഒരുക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. ആ സ്ഥലം എവിടെയാണ് അവർ അന്ന് 24 വർഷങ്ങൾക്ക് മുമ്പ് അവർ കണ്ടെത്തിയിരുന്നത്? അന്നും ഈ ശ്മശാന ഭൂമി പൊതു ശ്മശാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതിൽ തന്നെയാണ് അത് ചെയ്തിരുന്നത്. അല്ലാതെ കണ്ട് ഈ 24 വർഷത്തിന് ശേഷം ഇവിടെ ഒരു ശ്മശാനം എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും അക്വയർ ചെയ്തെടുത്തൊരു സ്ഥലമല്ല അത്. അപ്പോൾ പഴയ പുരാതനമായി തന്നെ 100-ൽ പരം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ സ്ഥലം ഒരു ഹിന്ദു സമൂഹ ശ്മശാനം എന്നുള്ള നിലയ്ക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് സർക്കാർ ഭൂമിയല്ല. അത് സർക്കാർ ഭൂമി എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ രജിസ്ട്രേഷൻ കിടക്കുന്നത് ഹിന്ദു സമൂഹ ശ്മശാനം എന്നുള്ള പേരിലാണ്. പക്ഷെ അത് പരിപാലിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് തന്നെയായിരുന്നു. അതാണ് ഇപ്പോഴും അവിടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിൽ പഞ്ചായത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ തന്നെയാണ് ചെയ്യണത്.
അങ്ങനെയാണ് ശ്മശാനത്തിൻ്റെ ഭൂമി എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ്. അത്രയും സ്ഥലം നമ്മളിപ്പോൾ കണ്ട സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്ന അത്രയും സ്ഥലം ഒരു പൊതു ഇതാണ്. അതിലിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഏജൻസികൾ വന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടി, ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടി, ഇനിയിപ്പോൾ പുറമേ നിന്നൊരു ടീം അവരൊരു ഡെഡ് ബോഡി ആയിട്ട് കുറച്ച് വിറകും കാര്യങ്ങളായിട്ട് വന്ന് ചെയ്യാൻ അവർ താല്പര്യപ്പെടുകയാണെങ്കിൽ അതിനും കൂടെ തടസ്സമില്ലേ, അവർക്ക് വന്ന് ചെയ്തു പോവാം. ഇപ്പം പിന്നെ കുറച്ചും കൂടിയൊക്കെ ആധ്യാത്മിക തലങ്ങളിലേക്ക് ഉയർന്നു കഴിഞ്ഞത്. കാരണം ഒരു കാളി സങ്കല്പവും ഒരു ഉപാസനാ കേന്ദ്രം എന്നുള്ള നിലയ്ക്കൊക്കെ ആയിക്കഴിഞ്ഞു. പലരും ഇവിടെ ഉപാസന ചെയ്യാനൊക്കെ വരാറുണ്ട്. അതുപോലെ ഇപ്പം അവിടെ അപ്പോൾ സാഹിത്യകാരന്മാരും അങ്ങനെ അറിയപ്പെടുന്ന അനവധി വ്യക്തികളെ ഇവിടെ അവർക്ക് വേണ്ടി ചിതമൊരുക്കിയിട്ടുണ്ട്. അതെ. അത് ഈ പറമ്പിലാണോ അത് ഇനി ഈ ഇപ്പോൾ നമ്മളുടെ ഈ നദി ഇപ്പോൾ ഒരു പറമ്പ് പോലെ ആണ് ഇപ്പം കാണാൻ കഴിഞ്ഞത്? അതെ, മുൻകാലങ്ങളിൽ എങ്ങനെ ഇതിനിങ്ങനെ അതിർത്തി തിരിച്ച് പ്രത്യേക ഒരു സംവിധാനം ഒന്നും അല്ല ഉണ്ടായിരുന്നത്. അപ്പൊ ആ കണ്ട താഴെ പുഴയുടെ തീരത്ത്, ആ നദീ തീരത്താണ് അത് ചെയ്തിരുന്നത്. അതായത് ആ നദിയുടെ വരമ്പെന്നൊക്കെ പറയുന്നത്. പൊതുവെ എങ്ങനെ വെച്ചാൽ കേരളത്തിലെ ശ്മശാനങ്ങൾ, കേരളത്തിലല്ല പൊതുവെ ശ്മശാനങ്ങൾ ഭാരതത്തിൽ എവിടെ നോക്കിയാലും ഒക്കെ ഈ നദീ തീരത്തൊക്കെ തന്നെ ആയിരിക്കും. നദീ തീരത്താണ് ചെയ്തു വരുന്നത്. അപ്പൊ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ പിന്നെ ആ നദിയിൽ അങ്ങനെ ഒഴുകി പോവും. അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ പിന്നീടാണ് ഇത് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തോടു കൂടി തന്നെ കെട്ടി ഉയർത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതൊക്കെ ഇന്നത്തെ കാണുന്ന അതിർത്തി പോലെയൊക്കെ ആക്കിയത് സർക്കാർ മുൻകൈ എടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ധാരാളം ഒരു ദിവസം 70ഓളം ബോഡി ഇവിടെ വന്ന് സംസ്കരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ദിവസം 70-75 ബോഡികൾ ഇവിടെ വന്ന് സംസ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ കേരളത്തിൽ ഒരുവിധം എല്ലാ പഞ്ചായത്തുകളിലും ശ്മശാനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ ശവസംസ്കാരം ചെയ്യാനുള്ളൊരു സംവിധാനം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ കണ്ട് പല സ്ഥലങ്ങളിലും ഗ്യാസ് ക്രമിറ്റോറിയം, അതുപോലെ ഇലക്ട്രിക് സംവിധാനം ഒക്കെ വന്നു കഴിഞ്ഞു. അങ്ങനെയൊക്കെ ആയപ്പോൾ കുറേ ഇവിടെ തിരക്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നിരുന്നാലും ഒരു 20-25 കേസുകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. അതായത് ഈ 25 പേര് പല ഭാഗത്തുനിന്ന് വരുമ്പോൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള, അതായത് ഈ മരണാനന്തര കർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു കർമ്മിയുണ്ടല്ലോ, അത് അവർ കൊണ്ടുവരുമോ അതേ ഇവിടെ തന്നെ ഉണ്ടോ? ഇല്ല, അവര് ഇവിടേക്ക് വരുന്നവരെന്താ വെച്ചാൽ അങ്ങനെ കർമ്മികളെ കൊണ്ടുവരല് അപൂർവമാണ്. അതെങ്ങനെ ഇപ്പോൾ അത് ഓരോ സമുദായത്തിന്റെ രീതി അനുസരിച്ച്. ഇപ്പോൾ ബ്രാഹ്മൺസ് ഒക്കെയാണ്, അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞൊരു വാദ്യാരുണ്ടാവും. ആ വാദ്യാരെ ആയിട്ടാണ് അവർ വരിക. അതിന് സൗകര്യം ഇല്ലാത്തവർ ഇവിടേക്ക് വിളിച്ച് പറയുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു വാദ്യാരെ വേണം അല്ലെങ്കിൽ ഒരു കർമ്മി വേണമെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് ഒരാളെ ഇവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെന്താ വെച്ചാൽ ഈ മരണാനന്തര ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ ആ മരിച്ച സ്ഥലത്തുനിന്ന് തുടങ്ങുന്നതാണല്ലോ. വീട്ടിലെ മുറ്റത്ത് വെച്ച് ഒക്കെ ചെയ്യുന്ന ചടങ്ങുകളാണല്ലോ. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ വന്നതിനുള്ള ശേഷമുള്ള ചടങ്ങുകളാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്കിപ്പോൾ അതിൽ സംശയം തോന്നുന്ന വീട്ടിൽ പോയിട്ട് ചടങ്ങുകൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അങ്ങനെ ആവശ്യക്കാർക്ക് ഇവിടുന്ന് കർമ്മികൾ പോയി ചെയ്തു കൊടുക്കാറുമുണ്ട്. ഭഗവതിക്ക് മലര് സമർപ്പണം ഇടത്തും വലത്തും വേണം. അടുത്തും ഇടത്തും വലത്തും മൂന്നിലേക്കും സമർപ്പണം. മൂന്നിലേക്കും വേണം. അത്ര കുറയ്ക്കണ്ട, അത് വിട്ടോളൂ. ഇനി അയാൾ തരുന്ന പ്രതീക്ഷിക്കുക. അയാൾ കലവറക്കാരനാണ്, അങ്ങനെ അത്യാവശ്യം കൊടുക്കുക. അല്ല, അത് പേടിക്കണ്ട, അത് ഭഗവതി മെട്ടോളും. താൻ എത്ര കരുതിയാലും അങ്ങോട്ടുള്ളതാണെങ്കിൽ അത് അങ്ങോട്ടേ പോകും. അത് മുഴുവനും ഇടയ്ക്ക് വേണം. അവല് തുറക്കും. അതൊക്കെ ഉണ്ട്. മലര് അവലെടുക്കും. മൂന്നിന് സമർപ്പിക്കും. മേടിച്ചോളൂ. ഞാൻ ഇനി കാത്തുക്കൊന്നും വേണ്ട. ഇപ്പോഴാണ് ബോധ്യായത്. അതെ, അതവിടെ വെച്ചിട്ട് വെച്ചാൽ മതി. അത് അതെ, അതൊക്കെ ഇതിലേക്ക് വേണം. അത് മൂന്നിലുമായിട്ട് സമർപ്പിക്കണം. മൂന്നിലുമായിട്ട് സമർപ്പിക്കണം. മലരിട്ടോ, ശർക്കര എടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഐവർ മഠം.